എൻ്റെ കൂട്ടുകാരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടുക്കളയിലോട്ട് കയറിയപ്പോൾ വെറുതെ ചുമ്മാ എൻ്റെ കൂട്ടുകാർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നത് ദോശയാണ്. എൻ്റെ കൂട്ടുകാർക്ക് എന്തൊക്കെയായിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഞാനിന്ന് ദോശയും എന്താ പറയുന്നത് അതിൻ്റെ കൂടെ വന്നിട്ട് വെള്ളക്കടല കറി വെച്ചു. അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം രാവിലെ എന്താ ഇന്ന് ഉണ്ടാക്കിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തൊക്കെ കഴിച്ചു എന്നുള്ളത്. വെറുതെ തമാശയ്ക്കാണ് കേട്ടോ, വെറുതെ ചുമ്മാ തന്നെ കൂട്ടുകാരോടൊരു കുശലം പറയാൻ വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 2 ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ച് കുറച്ച് മാവെടുത്ത് രാവിലെ മാവെടുത്ത് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു വിട്ടു. രാവിലത്തേന് ദോശയും വെള്ളക്കടല കറി, ഉച്ചക്കലത്തേന് എന്താ പറയുന്നത് അപ്പൂസിന് ചപ്പാത്തി കൊടുത്തു വിട്ടു, മൂത്താക്ക് പിന്നെ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി, പിന്നെ അച്ഛയ്ക്ക് പിന്നെ ചോറും പിന്നെ ഈ കടലക്കറി തന്നെ, കടലക്കറിയും അതുപോലെ തന്നെ ഓണത്തിന് വെച്ച ഇഞ്ചിപ്പുളിയൊക്കെ ബാക്കിയുണ്ടല്ലോ, ഇഞ്ചിപ്പുളി. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ മീൻ വറുത്തു. കാരണം വെച്ചാൽ 2-3 ദിവസം തുടർച്ചയായിട്ട് പച്ചക്കറി കഴിച്ചൊന്നും മടുത്തു. അങ്ങനെ ഞാൻ ഇന്നലെ പോയിട്ട് മീൻ മേടിച്ചോണ്ട് വന്നു. അതുകൊണ്ട് പിന്നെ ഇന്ന് മീനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ മീൻ വറുത്ത് അതൊക്കെ കൂട്ടിയിട്ട് എൻ്റെ കെട്ടിയവന് ചോറ് കൊടുത്തു വിട്ടു. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലോട്ട് എളുപ്പം 2 ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പം വെറുതെ എൻ്റെ കൂട്ടുകാരോടും കുറച്ച് നേരം കുശലം പറയാമെന്ന് വിചാരിച്ചിട്ട്, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്നൊക്കെ ചോദിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ദോശ റെഡിയാണ്. ഞാനൊരു 2 ദോശക്കുള്ള മാവ് ഇപ്പോൾ എടുത്തതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, മാവ് അരച്ച് വെച്ചത് നന്നായിട്ട് പൊങ്ങി. രാവിലെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എല്ലാം നിലത്ത് വീണ് കിടപ്പുണ്ട്. എന്നും മാവ് അരച്ച് വെക്കുമ്പോൾ അത്ര പൊങ്ങാറില്ല, പക്ഷേങ്കിൽ ഈ പ്രാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നു. അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള മാവ് എടുത്ത് ബാക്കി അങ്ങനെ എടുത്തൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ. എനിക്ക് ദോശ ഇച്ചിരി ഒരു ക്രിസ്പി ആയിട്ടുണ്ടാവും, കട്ടി കുറച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായെങ്കിൽ എനിക്ക് ദോശ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ തിരിച്ചും മറിച്ചിട്ടിട്ട് ഞാനത് കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആക്കുന്നത്. ഞാൻ ദോശക്കല്ലയിൽ എണ്ണ തൂക്കുന്ന സാധനം കണ്ടോ, സവാളയാണ്, ചെറിയ സവാള. അതിനെ ഞാൻ ഈ സ്പൂണിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ എണ്ണ തൂക്കുന്നത്. അപ്പോൾ ദോശ നന്നായിട്ട് എന്താ പറയുന്നത് കല്ലയിൽ ഇങ്ങനെ പിടിക്കാതെ ഇളകി വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളി വെച്ചിട്ട് എണ്ണ തൂക്കുന്നത്. ഞാനിന്ന് ഇച്ചിരി വലിപ്പം കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഒരുപാട് വലിപ്പത്തിലുണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് അങ്ങ് പരത്തും. പക്ഷേങ്കിൽ ഇന്ന് ഞാനാണെങ്കിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ടാണ് എന്താ പറയുന്നത് ദോശ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ എൻ്റെ ദോശ റെഡിയാണ്. കല്ല് ഓഫ് ചെയ്തില്ല. എപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ദോശ ഉണ്ടാക്കി കഴിയും, അത് കഴിഞ്ഞിട്ട് ദോശക്കല്ല് വെച്ച് അടുപ്പ് ഓഫ് ചെയ്യാൻ എപ്പോഴും മറക്കും. ഇപ്പം ഞാൻ വെറുതെ ഒന്ന് തിരിച്ച് നോക്കിയപ്പോൾ ഓഫായിട്ടില്ല. അപ്പോൾ എൻ്റെ ദോശയും അതിൻ്റെ കൂടെ നല്ല വെള്ളക്കടലക്കറി. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയത്തില്ല, വെള്ളക്കടല ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ കൊണ്ടല്ല ഭയങ്കര ഇഷ്ടമാണ്. 2 ദോശ കഴിക്കുന്നവർ 3 ദോശ കഴിച്ചു, 1 ദോശ കഴിക്കുന്നവർ 2 ദോശ കഴിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ കറി ഇന്ന് ഇഷ്ടപ്പെട്ടു. ഞാനെപ്പോഴും പറയാറില്ല, നമ്മളെപ്പോഴും കറി വെക്കുന്ന സമയത്ത് അന്നേരം മസാല വറുത്തിട്ട് നമ്മൾ പൊടിച്ച് മസാല ചേർക്കുന്നതും നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മസാല ചേർക്കുന്ന നമ്മൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ മസാലയൊക്കെ ചേർത്തുണ്ടാക്കിയപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാം. അപ്പോൾ നമുക്ക് ടേബിളിലോട്ട് പോയി ഇരുന്ന് വർത്തമാനം പറയാം. ദോശയും കണ്ടക്കറി ദിവസം എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനിവിടെ ദോശ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിലൊന്നും ദോശ ഉണ്ടാക്കിയിട്ടേ ഇല്ല. അങ്ങനെയാണ് ഇന്നലെ ഇച്ചിരി അരി വെള്ളത്തിട്ടിട്ട് ദോശമാവിന് അരച്ചത്. അതുകൊണ്ട് ഈ ആഴ്ച 2-3 ദിവസം എന്തായാലും ദോശ ഉണ്ടാവും. കാരണം വെച്ചാൽ ദിവസം എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതല്ലേ. ഓരോ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അയ്യോ അടുക്കളയിൽ കയറുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. രാവിലെ അടുക്കളയിലോട്ട് പോയി എന്താ ഉണ്ടാക്കുന്നതിനുള്ള ടെൻഷനാണ്. നല്ലൊരു കോമ്പിനേഷൻ. ഈ കറി എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ആൾറെഡി ഷെയർ ചെയ്ത് തന്നതാണ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓരോ ദിവസവും പിന്നെ എനിക്ക് കൂടുതൽ ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ ടെൻഷൻ അടിക്കുന്ന എൻ്റെ മൂത്ത മകൻ എന്ത് റൈസ് ഉണ്ടാക്കി കൊടുത്തു വിടും എന്നുള്ളതാണ്. ചെറുതിന് പിന്നെ എന്തായാലും കൊടുത്തു വിട്ടാൽ പ്രശ്നമില്ല. പക്ഷേ വലിയവനാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഒരു വെറൈറ്റി റൈസ് ഉണ്ടാക്കണം. വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കുക, എഗ് റൈസ് ഉണ്ടാക്കുക, അങ്ങനെ ഓരോ ദിവസം എന്നും ഡെയിലി എന്താ ഉണ്ടാക്കുന്നതിനുള്ള ടെൻഷൻ. അതൊന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്തോന്നുള്ളൊരു ടെൻഷനും. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ ടെൻഷൻ കേട്ടോ. എൻ്റെ കൂട്ടുകാർക്ക് അതുപോലൊക്കെ തന്നെ ആയിരിക്കും. വെറുതെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് കുറേ ദിവസം ആയാലും എൻ്റെ കൂട്ടുകാരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നതാട്ടോ. അപ്പോൾ എൻ്റെ ദോശയും കടലക്കറിയും സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയോടെ തന്നെ വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ.